ധ്യാനിക്കുമ്പോ. ഹല്ലേലൂയ. മഹത്വത്തിൻ സാന്നിധ്യം. ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹവും സമാധാനവും ആശംസിക്കുകയാണ്. 30-ാം സങ്കീർത്തനം 11-ാം തിരുവചനത്തിൽ സങ്കീർത്തകൻ ഏറ്റുപറയുകയാണ്, അവിടുന്ന് എൻ്റെ വിലാപത്തെ ആനന്ദ നൃത്തമാക്കി മാറ്റി. സങ്കീർത്തകൻ തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം നമ്മളുമായി പങ്കുവെക്കുകയാണ്. എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൻ്റെ വിലാപത്തെ ആനന്ദ നൃത്തമാക്കി മാറ്റി. പ്രിയപ്പെട്ടവരെ, കർത്താവ് തന്ന എല്ലാ നന്മകളെ ഓർത്ത് കുടുംബമായി നമ്മൾ അല്പസമയം നന്ദി പറഞ്ഞ് സ്തുതിച്ച് ആരാധിക്കാൻ പോവുകയാണ്. എല്ലാവരും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുന്നു. വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി നമുക്ക് ആത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ വരിക, പരിശുദ്ധാത്മാവേ വരിക, സ്വർഗത്തിന്റെ ആനന്ദമായി ഞങ്ങളിൽ നിറയുക. വേദനിച്ചിരിക്കുന്ന തകർന്നിരിക്കുന്ന നിരാശയിൽ കഴിയുന്ന ആയിരങ്ങളുടെ മേൽ ആനന്ദത്തിന്റെ അഭിഷേകമായി കത്തിപ്പടരുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നൽകുന്ന ഈ അഭിഷേകം സ്വന്തമാക്കി കരമടിച്ച് ചേർന്ന് പാടാം. നിന്റെ സ്നേഹമേലങ്കിയ അമ്മേ എന്നെ പുതപ്പിക്കണേ, നിൻസുതന്റെ രക്തക്കുളത്തിൽ അമ്മേ എന്നെ കുളിപ്പിക്കണേ. ചേർന്ന് പാടാം. അമ്മേ മാതാവേ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ. പിതാവേ പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് സ്തുതിച്ച് ആരാധിക്കുന്ന 10,000-ങ്ങളെ അഭിഷേകം ചെയ്യണമേ. കുളിപ്പിക്കണേ എന്നെ പുതപ്പിക്കണേ, കുളിപ്പിക്കണേ എന്നെ പുതപ്പിക്കണേ. എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട് അഭിഷേകത്തോടെ പാടാം. ക്രൂശന്മാരിൽ ഞാൻ ഉറങ്ങട്ടെ, ക്രൂശന്മാരിൽ ഞാൻ ഉറങ്ങട്ടെ. ഹല്ലേലൂയ. കർത്താവേ 10,000-ങ്ങളിൽ പ്രവർത്തിക്കണമേ. നിന്റെ സ്നേഹമേലങ്കിയ അമ്മേ എന്നെ പുതപ്പിക്കണേ, നിൻസുതന്റെ രക്തക്കുളത്തിൽ അമ്മേ എന്നെ കുളിപ്പിക്കണേ. കർത്താവേ പ്രവർത്തിക്കണമേ. 1000-ങ്ങളിൽ 10,000-ങ്ങളിൽ ആത്മവർഷം കൊടുക്കണമേ. കുടുംബങ്ങൾ അനുഗ്രഹിക്കണമേ. അമ്മേ എന്നെ കുളിപ്പിക്കണേ, അമ്മേ എന്നെ കുളിപ്പിക്കണേ. ഇരുകരങ്ങളും ഉയർത്തി പരിശുദ്ധ അമ്മയോട് ചേർന്ന് ത്രിയേക ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വരിക പരിശുദ്ധാത്മാവേ, 10,000-ങ്ങളിലേക്ക് വരിക. ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ജനലക്ഷങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപബന്ധനത്തിന് കെട്ടുകളെ പൊട്ടിക്കണമേ. ദുഃഖ ദുരിതങ്ങളിൽ നിരാശ മൂലം വേദനിക്കുന്ന 10,000-ങ്ങളിലേക്ക് സ്വർഗീയ അഭിഷേകമായി ആനന്ദത്തിന് ധൈര്യമായി ഒഴുകി വരിക പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന്റെ യോഗ്യതയാ ദൈവപിതാവേ, ലോക ജനതയുടെ മേൽ സകല ജനപദങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. പാപബന്ധനത്തിന്റെ കെട്ടുകൾ പൊട്ടട്ടെ, രോഗികൾ അത്ഭുത സൗഖ്യം പ്രാപിക്കട്ടെ, ഭാവികൾ മനസ്സാന്തരപ്പെടട്ടെ, എല്ലാ ഹൃദയങ്ങളും സുവിശേഷ സത്യങ്ങൾക്കായി തുറക്കപ്പെടട്ടെ. റിലീസ്, റിലീസ്. അന്ധകാരാധിപത്യ പോരുകള് നിർവീര്യമാകട്ടെ. ദൈവജനം പ്രാർത്ഥനയുടെ ആത്മാവിൽ ഊരിതമാകട്ടെ. ബ്ലെസ്, ബ്ലെസ്, ബ്ലെസ് ലോർഡ്. ഹല്ലേലൂയ. കർത്താവേ അങ്ങ് പ്രവർത്തിച്ചതിനായി, അനേകരെ സൗഖ്യമാക്കിയതിനായി, 1000-ങ്ങളുടെ ഹൃദയങ്ങളെ സുവിശേഷ വചനങ്ങൾക്കായി തുറന്നതിനായി പരിശുദ്ധാത്മാവിനെ വർഷിച്ച് 10,000-ങ്ങളെ അഭിഷേകം ചെയ്തതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. താങ്ക് യു,
താങ്ക് യു ജീസസ്. കർത്താവെ, ഞങ്ങളോട് സംസാരിക്കണമേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ അമ്മേ, അമ്മയോട് ചേർന്ന് തിരുവചനങ്ങൾ ധ്യാനിക്കുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതങ്ങളെ നവീകരിക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ ഏറെ താഴ്മയുള്ളവരാകാം. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് ജപമാല പ്രാർത്ഥനയുടെ പ്രസക്തിയെക്കുറിച്ചാണ്. ആഗോള സഭയിൽ ഒക്ടോബർ മാസം ജപമാല മാസമായി ആഘോഷിക്കുകയാണ്. നമ്മൾ ജപമാല മാസത്തിലാണ്. ഇന്ന് ഒരുപാട് സംശയിക്കപ്പെടുകയും ഒപ്പം തെറ്റിദ്ധരിക്കപ്പെടുകയും ചെയ്യുന്ന ഒന്നാണ് ജപമാല പ്രാർത്ഥന. എന്നാൽ ഒരുപാട് ജീവിതങ്ങൾ വിശ്വാസത്തോടും വിശുദ്ധിയോടും കൂടെ ചൊല്ലുന്ന വളരെ അത്ഭുതകരമായ പ്രാർത്ഥനയാണ് ജപമാല. ജപമാല പ്രാർത്ഥന മറിയത്തോടുള്ള പ്രാർത്ഥനയല്ല. ഇവിടെയാണ് ഇന്ന് പലർക്കും തെറ്റുപറ്റുന്നത്. ജപമാല പ്രാർത്ഥന മറിയത്തിൻ്റെ പ്രാർത്ഥനയാണ്, മറിയത്തോടൊപ്പമുള്ള പ്രാർത്ഥനയാണ്. ജപമാല പ്രാർത്ഥനയിലൂടെ നമ്മൾ ത്രിയേക ദൈവത്തെയാണ് മഹത്വപ്പെടുത്തുന്നത്. പക്ഷെ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 26 മുതലുള്ള തിരുവചനങ്ങൾ നമ്മൾ വായിച്ച് ധ്യാനിക്കുമ്പോൾ ഗബ്രിയേൽ മാലാഖയുടെ ആ സന്ദേശം ത്രിയേക ദൈവത്തിൻ്റെ വലിയ പ്രവർത്തനം ഈ തിരുവചനങ്ങളിൽ വ്യക്തമായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. ത്രിത്വത്തെ മഹത്വപ്പെടുത്തുന്ന പ്രാർത്ഥനയാണ് ജപമാല. ഈ കാലഘട്ടത്തിൽ സ്വർഗം നമുക്ക് തന്നിരിക്കുന്ന വളരെ വിലപ്പെട്ട സമ്മാനമാണ് ജപമാല. നമ്മൾ ഇന്ന് കാണുന്ന ഈ രൂപത്തിൽ ജപമാല സഭയ്ക്ക് നൽകപ്പെട്ടത് വിശുദ്ധനായ ഡൊമിനിക്കിലൂടെയാണ്. 1214 കാലഘട്ടത്തിലെ വിശുദ്ധനായ ഡൊമിനിക്കിനെ ഈ പ്രാർത്ഥന പരിശുദ്ധ മറിയത്തിലൂടെ ത്രിയേക ദൈവം പഠിപ്പിക്കുകയാണ്. ഞാൻ സ്നേഹത്തോടെ പങ്കുവെക്കട്ടെ. മറിയത്തിൻ്റെ വാക്കുകൾ അത് പരിശുദ്ധ അമ്മയുടെ സ്വന്തം വാക്കുകളല്ല. പരിശുദ്ധ മറിയത്തിലൂടെ വെളിപ്പെടുന്ന ദൈവിക സത്യങ്ങൾ സ്വർഗത്തിൻ്റെ ശബ്ദമാണ്, ത്രിയേക ദൈവത്തിൻ്റെ വാക്കുകളാണ്. വിശുദ്ധനായ ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ മറിയത്തെക്കുറിച്ച് ഇപ്രകാരം പറഞ്ഞു: സ്വർഗത്തിൻ്റെ വാഗ്ദാവാണ് പരിശുദ്ധ മറിയം. പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് ജപമാല സഭയ്ക്ക് നൽകപ്പെട്ടത്? വിശുദ്ധനായ ഡൊമിനിക്കിന്റെ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ഒരു വലിയ പാഷാണ്ഡതയായിരുന്നു അൽബീജിയൻസ് പാഷാണ്ഡത. ക്രിസ്തു രഹസ്യത്തെ എതിർക്കുന്നൊരു പാഷാണ്ഡതയായിരുന്നത്. വിശുദ്ധനായ ഡൊമിനിക് ഇതിനെയോർത്ത് ഒരുപാട് വേദനിക്കുന്നുണ്ടായിരുന്നു. ഈ ജനത്തെ എങ്ങനെ സത്യവിശ്വാസത്തിലേക്ക് നയിക്കാം, ഇവരുടെ ജീവിതത്തിൽ സുവിശേഷ സത്യങ്ങൾ എങ്ങനെ പ്രകാശിപ്പിക്കാം, അദ്ദേഹം ഇതിനെയോർത്ത് വളരെ ആത്മഭാരമുള്ളവനായിരുന്നു. ഒരു ദിവസം ടോലോസിനടുത്തുള്ള ഒരു വലിയ വനാന്തരത്തിലേക്ക് വിശുദ്ധനായ ഡൊമിനിക് കടന്നു പോവുകയാണ്. ആ വനാന്തരത്തിൽ 3 ദിവസക്കാലം കഠിനമായ തപസ്സിൽ, ഉപവാസത്തിൽ കർത്താവിനോട് വിശുദ്ധൻ പ്രാർത്ഥിക്കുകയാണ്. തൻ്റെ ജനത്തിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി, വിശ്വാസ സത്യങ്ങൾ ആ ജനത്തിൽ കത്തിജ്വലിക്കാൻ വേണ്ടി വളരെ പരിത്യാഗമനുഷ്ഠിച്ച് ത്യാഗങ്ങൾ ഏറ്റെടുത്ത് വിശുദ്ധനായ ഡൊമിനിക് പ്രാർത്ഥിക്കും. ഈ സമയം 3 മാലാഖമാരോടൊപ്പം പരിശുദ്ധ മറിയം വിശുദ്ധനായ ഡൊമിനിക്കിന് പ്രത്യക്ഷപ്പെടുകയാണ്. അമ്മ വിളിക്കും വാത്സല്യത്തോടെ: പ്രിയ ഡൊമിനിക്, ഈ ലോകത്തെ നവീകരിക്കുവാൻ പരിശുദ്ധ ത്രിത്വം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ആയുധം നിനക്കറിയാമോ? ഈ സമയത്ത് ഒരു കൊച്ചു കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയോടെ
വിശുദ്ധൻ അമ്മയോട് പറയും, അമ്മേ, എന്നേക്കാൾ എത്രയോ അധികമായി അത് അമ്മയ്ക്കറിയാം. മാതൃസഹജമായ സ്നേഹത്തോടെ വിശുദ്ധനായ ഡൊമിനിക്കിനോട് പരിശുദ്ധ അമ്മ സംസാരിക്കുകയാണ്. ഇത്തരത്തിലുള്ളൊരു യുദ്ധത്തിൽ എപ്പോഴും അടിച്ചു തകർക്കുന്ന കൂടമായിരുന്നത് പുതിയ നിയമത്തിന്റെ അടിസ്ഥാന ശിലയായ മാലാഖയുടെ കീർത്തനമായിരുന്നുവെന്ന് നീ അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനാൽ കഠിന ഹൃദയരായ ഈ ആത്മാക്കളിൽ എത്തിച്ചേരാനും കർത്താവിന് വേണ്ടി അവരെ നേടിയെടുക്കുവാനും നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ കീർത്തനം പ്രഘോഷിക്കുക. പരിശുദ്ധമ്മ വ്യക്തമായി ഡൊമിനിക്കിനോട് പറഞ്ഞു, നശിക്കുന്ന ഈ ആത്മാക്കളെ കർത്താവിനായി നീ നേടിയെടുക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ മാലാഖയുടെ ഈ കീർത്തനം നീ പ്രഘോഷിക്കുക. പിന്നീട് സംഭവിച്ചത് വളരെ ആശ്വാസത്തോടെ ഊർജ്ജസ്വലതയോടെ വിശുദ്ധൻ തിരിച്ചുപോയി കത്തീഡ്രലിൽ ചെന്ന് അദ്ദേഹം സുവിശേഷ പ്രഘോഷണം ആരംഭിക്കുകയാണ്. ഈ സമയത്ത് സ്വർഗത്തിൽ നിന്ന് മാലാഖമാർ ഇറങ്ങി വന്ന് കത്തീഡ്രൽ പള്ളിയിലെ പള്ളിമണികൾ മുഴക്കുകയാണ്. നൂറുകണക്കിന് വ്യക്തികൾ ആ ദേവാലയത്തിൽ ഓടിക്കൂടും. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ദൈവവചനത്തിന്റെ കൊടുങ്കാറ്റായി മാലാഖയുടെ കീർത്തനത്തിന്റെ പ്രാധാന്യത, പരിശുദ്ധ ജപമാലയുടെ ശക്തി വിശുദ്ധ ഡൊമിനിക് പ്രഘോഷിക്കുകയാണ്. ഈ സമയത്ത് ആ കത്തീഡ്രലിന്റെ ഒരു പ്രത്യേക സ്ഥലത്ത് പരിശുദ്ധ മറിയത്തിന്റെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. ഈ ഫോട്ടോയിൽ നിന്ന് വലിയ അഭിഷേക സാന്നിധ്യം ആ ദേവാലയം മുഴുവൻ വ്യാപിക്കാൻ തുടങ്ങി. അനേകർ വാവിട്ട് കരയാൻ തുടങ്ങി. പാപത്തെക്കുറിച്ചുള്ള ആഴമേറിയ ബോധ്യം ആയിരങ്ങളിലേക്ക് പരിശുദ്ധ പകരാൻ തുടങ്ങി. അതിശക്തമായ മാനസാന്തരം ആ സമൂഹത്തിൽ വെളിപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ പ്രസംഗത്തിന് ശേഷം നൂറുകണക്കിന് വ്യക്തികൾ സത്യവിശ്വാസത്തിലോട്ട് തിരിച്ചു വരികയാണ്. ഏതാനും നാളുകൾക്കുള്ളിൽ ആ പട്ടണം മുഴുവൻ ദൈവസ്നേഹത്താൽ നിറയപ്പെട്ട, വിശ്വാസത്താൽ കത്തിജ്വലിക്കുന്ന വ്യക്തികളുള്ള, കുടുംബങ്ങളുള്ള പട്ടണമായി വിശുദ്ധ ഡൊമിനിക്കിലൂടെ കർത്താവ് തീർക്കുകയാണ്. ജപമാല പ്രാർത്ഥനയുടെ പ്രസക്തി അന്നു മുതൽ ഡൊമിനിക്കിലൂടെ പ്രഘോഷിക്കപ്പെടുകയാണ്. നമ്മൾ എത്തി നിൽക്കുന്ന ഈ തലമുറയിൽ പ്രിയപ്പെട്ടവരെ, ജപമാല പ്രാർത്ഥന എന്ന് പറയുന്നത് മനുഷ്യന്റെ ബുദ്ധിയിലോ മാനുഷികമായ പ്രചോദനത്താലോ രൂപപ്പെട്ടൊരു പ്രാർത്ഥനയല്ല. സ്വർഗം നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് ജപമാല. സുവിശേഷത്തിന്റെ സംക്ഷിപ്ത രൂപമാണ് ജപമാല. പരിശുദ്ധ കുർബാനയും ആരാധനക്രമവും കഴിഞ്ഞാൽ സഭ ഏറ്റവും അധികം നിർദ്ദേശിക്കപ്പെടുന്ന പ്രാർത്ഥനയാണ് ജപമാല പ്രാർത്ഥന. അത്രമാത്രം പവറുണ്ട് ഇതിന്. തിരുസഭയിൽ വിശുദ്ധിയോടെ ജീവിച്ച ദൈവത്തിൻ്റെ ഒരു പാത്രമായിരുന്നു വാഴ്ത്തപ്പെട്ട അലൻ. വാഴ്ത്തപ്പെട്ട അലനോട് പരിശുദ്ധ അമ്മ പറഞ്ഞു, അലൻ, പരിശുദ്ധ കുർബാന കഴിഞ്ഞാൽ സഭയിൽ ഞാൻ ഏറെ സ്നേഹിക്കുന്ന പ്രാർത്ഥനയാണ് ജപമാല പ്രാർത്ഥന. നമ്മൾ ആരും ഇത് മറക്കരുത്. ഒരിക്കൽ വിശുദ്ധനായ ഡൊമിനിക് പിശാചുകളെ ബഹിഷ്കരിക്കുന്ന സമയത്ത് പിശാചുക്കൾ വിശുദ്ധനോട് സംസാരിക്കുവാൻ നിർബന്ധിതരാവുകയാണ്. അവർ ഡൊമിനിക്കിനോട് പറയും, ഞങ്ങൾ നിർബന്ധിതരാകുന്നത് കൊണ്ടാണ് നിന്നോട് ഈ യാഥാർത്ഥ്യം വിളിച്ചു പറയുന്നത്. അവർ പറയും, വിശുദ്ധിയോടെ ആരൊക്കെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നുവോ അവരാരും നശിച്ചു പോവുകയില്ല. ആരൊക്കെ വിശുദ്ധിയോടെ അനുദിനം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നുവോ അവരാരും നശിച്ചു പോവുകയില്ല. പ്രിയപ്പെട്ടവരെ, ഇതൊരു വെളിപ്പെടുത്തലാണ്. ഞാൻ സ്നേഹത്തോടെ പങ്കുവെക്കുകയാണ്. പ്രിയ സഹോദര സഹോദരി, സഭാവ്യത്യാസം കൂടാതെ നമ്മളൊരു കുടുംബമായി ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചാൽ നമ്മുടെ ജീവിതങ്ങളിൽ, കുടുംബങ്ങളിൽ, നമ്മളായിരിക്കുന്ന ഈ തലമുറയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. കാരണം അത് ത്രിയേക ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന പ്രാർത്ഥനയാണ്. പരിശുദ്ധ മറിയം കത്തോലിക്കരുടെ മാത്രം അമ്മയല്ല, ക്രൈസ്തവരുടെ അമ്മയാണ് മറിയം. അവൾ എല്ലാ ജനപദങ്ങളുടെയും അമ്മയാണ്. ജപമാല പ്രാർത്ഥനയിൽ നമ്മൾ എന്താ ധ്യാനിക്കുന്നത്? മറിയത്തിൻ്റെ കണ്ണുകളിലൂടെ യേശുക്രിസ്തുവിൻ്റെ ജീവിത രഹസ്യങ്ങളെയാണ് നമ്മൾ ചിന്തിക്കുന്നത്.
ജപമാല രക്ഷാകര ചരിത്രത്തെ അവതരിപ്പിക്കുകയാണ്. ജപമാല പ്രാർത്ഥനയിലെ 20 രഹസ്യങ്ങൾ സുവിശേഷത്തിൻ്റെ സംക്ഷിപ്ത രൂപമാണ്. രക്ഷാകര ചരിത്രം മുഴുവൻ ആ രഹസ്യങ്ങളിലുണ്ട്. ഇതാണ് നമ്മൾ ഓരോരുത്തരും ധ്യാനിച്ച് അഭിഷേകമായി നമ്മുടെ ജീവിതങ്ങളിലേക്ക് സ്വന്തമാക്കുന്നത്. ഞാൻ എൻ്റെ വ്യക്തിപരമായ അനുഭവം നിങ്ങളോട് സ്നേഹത്തോടെ പങ്കുവെക്കുകയാണ്. പരിശുദ്ധ അമ്മയോടും ജപമാലയോടൊക്കെ എനിക്ക് സ്നേഹവും താല്പര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് എൻ്റെ ആത്മാവിൽ ആഴത്തിൽ കർത്താവ് ഈ യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്തി. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്ന് പ്രാർത്ഥിക്കുന്നത് അത് ചുമ്മാ ഒരു പ്രാർത്ഥനയല്ല. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 48-ാം വചനത്തിൽ ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കുന്നു. എന്തുമാത്രം ആത്മീയ മർമ്മങ്ങളുള്ള തിരുവചനമാണിത്. ഈ വചനത്തിലൂടെ നമ്മുടെ ജീവിതങ്ങളുടെ എന്താണ് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്? ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ലൂക്കായുടെ സുവിശേഷം 1:28 നമ്മൾ കാണുന്നു, ഗബ്രിയേൽ ദൂതൻ ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി എന്ന് പറഞ്ഞ് മറിയത്തിന് അഭിവാദനം അർപ്പിക്കുകയാ. ഇന്ന് ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി എന്ന മാലാഖയുടെ കീർത്തനം ജനകോടികൾ ഏറ്റുപറഞ്ഞ് തലമുറയായി നൂറ്റാണ്ടുകളായി ജനകോടികൾ മറിയത്തെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുക. നമ്മൾ മറിയത്തിൻ്റെ മക്കളാണ്. കാരണം അവൾ സഭയുടെ അമ്മയാണ്. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 27-28 വചനങ്ങളിൽ വ്യക്തമായി തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. കർത്താവായ ഈശോ കുരിശിൽ കിടക്കുക. കുരിശിന് താഴെ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനായ യോഹന്നാനും തൻ്റെ അമ്മയായ പരിശുദ്ധ മറിയവും നിൽക്കുകയാണ്. ഈശോ മറിയത്തെ നോക്കിക്കൊണ്ട് പറയും, സ്ത്രീയെ ഇതാ നിന്റെ മകൻ. യോഹന്നാനെ നോക്കിക്കൊണ്ട് പറയും, യോഹന്നാനെ ഇതാ നിന്റെ അമ്മ, ഇതാ നിന്റെ അമ്മ. 28-ാം വചനത്തിൽ വചനം പഠിപ്പിക്കുകയാണ്, ആ ശിഷ്യൻ അവളെ തൻ്റെ സ്വന്തം ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി, സ്വന്തം ഭവനത്തിലേക്ക് സ്വീകരിച്ചു. യോഹന്നാൻ ഇവിടെ സഭയുടെ പ്രതീകമാണ്. സഭയ്ക്ക് അമ്മയായി ഈശോ പരിശുദ്ധ അമ്മയെ നൽകുകയാണ്. അവൾ സഭയുടെ അമ്മയാണ്, എല്ലാ ജനപദങ്ങളുടെ അമ്മയാണ്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, ഇതിങ്ങനെ ആവർത്തിച്ച് ഇതെന്തൊരു പ്രാർത്ഥനയാണ്. കുറെ കഴിയുമ്പോൾ ബോറടിക്കുന്നു, വിരസത തോന്നുന്നു. വേറെ എത്രയോ മനോഹരമായ പ്രാർത്ഥനകളുണ്ട്. ഇതൊരു വചനേറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കും. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. വളരെ വ്യക്തമായി കർത്താവ് എന്നെ പഠിപ്പിച്ചു ഈ പ്രാർത്ഥനയുടെ ശക്തി. പ്രിയപ്പെട്ടവരെ, ഒരു ചരിത്ര സംഭവത്തിലൂടെ നിങ്ങളോട് ഞാനിത് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. 2-ാം ലോക മഹായുദ്ധ കാലത്ത് ജപ്പാനിൽ ഹിരോഷിമയിലും നാഗസാക്കിയിലും ആറ്റം ബോംബ് സ്ഫോടനമുണ്ടായി. നമ്മളൊക്കെ വേൾഡ് ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് ഇത് പഠിച്ചിട്ടുള്ളതാണ്. അനേകർക്ക് അറിയാവുന്ന യാഥാർത്ഥ്യമാണ്, ആർക്കും ഇത് നിഷേധിക്കാൻ പറ്റത്തില്ല. ഈ ബോംബ് സ്ഫോടനത്തിൽ ലക്ഷങ്ങളാണ് അന്ന് കൊല്ലപ്പെട്ടത്. ഹിരോഷിമയിൽ ഈ ആറ്റം ബോംബ് സ്ഫോടനമുണ്ടായപ്പോൾ ഈ സ്ഫോടനത്തിൻ്റെ ഉറവിടത്തിൽ നിന്ന് 1 കിലോമീറ്റർ അകലെ ജെസ്യൂട്ട് സഭാംഗങ്ങളായ വൈദികരുടെ സന്യാസ ഭവനമുണ്ടായിരുന്നു. 8 ബഹുമാനപ്പെട്ട വൈദികരെ ആ സന്യാസ ഭവനത്തിലുണ്ടായിരുന്നു. ഇവർക്ക് ചുറ്റുമുള്ള 10,000 കത്തിക്കരിഞ്ഞുപോയി. ഈ സ്ഫോടനത്തിന്റെ ഫലമായി താപനില 30,000-ഓളം ഫാരൻ ഹീറ്റായി ഉയരുകയാണ്. മാനുഷിക ബുദ്ധിക്ക് ചിന്തിക്കാൻ പോലെ അത് സാധ്യമല്ല. ശബ്ദതരംഗത്തിന്റെ തീവ്രത 600 പൗണ്ട്സ് പെർ സ്ക്വയർ ഇഞ്ചായി മാറ്റപ്പെടുകയാണ്. ഈ താപനിലയിലും 8 വൈദികർക്ക് ഒരു പോറൽ പോലും ഏറ്റില്ല. അവിടെ ചുറ്റുപാടുകളിൽ 10,000 മരിച്ചു വീണപ്പോൾ, എല്ലാം കത്തിക്കരിഞ്ഞു പോയപ്പോൾ, പരിശുദ്ധ കുർബാന അർപ്പിച്ചതിന് ശേഷം 8 വൈദികരും ഒരുമിച്ച് അവർ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ,
വിശ്വാസത്തോടെ വിശുദ്ധിയോടെ അനുദിനം ആരൊക്കെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നുവോ അവരാരും നശിച്ചു പോവുകയില്ല എന്നുള്ള കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വാഗ്ദത്തം. ഇവിടെ എന്താ സംഭവിച്ചത്? ആ 8 വൈദികരും സംരക്ഷിക്കപ്പെടുകയാണ്. നോഹയുടെ കാലഘട്ടത്തിൽ ജലപ്രളയത്തിൽ നിന്ന് നോഹയുടെ കുടുംബം 8 പേര് സംരക്ഷിക്കപ്പെട്ടതുപോലെ ജപമാല പ്രാർത്ഥനയിലൂടെ ത്രിയേക ദൈവം ആ 8 സന്യസ്തരെ അത്ഭുതകരമായി സംരക്ഷിക്കുകയാണ്. നാളുകൾക്ക് ശേഷം 200ഓളം മെഡിക്കൽ ഡോക്ടേഴ്സ് ഇവരെ പല പരിശോധനകൾക്ക് വിധേയരാക്കി അനേക ഇൻ്റർവ്യൂകൾ നടത്തി. ഞാനിത് വെച്ചുകെട്ടി പറയല്ല, നിങ്ങളെ ഒന്ന് ഇക്കിളിപ്പെടുത്താൻ വേണ്ടി പറയുന്ന വെച്ചുകെട്ടിയ കഥകളല്ല. സംശയമുള്ളവരെ നിങ്ങൾ യൂട്യൂബിൽ അടിച്ചു നോക്കണം. ഈ വൈദികരുടെ ഇടയിലുള്ള ബഹുമാനപ്പെട്ട ഷിഫർ എന്ന് പറയുന്ന അച്ഛൻ പിന്നീട് സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി. ഞങ്ങൾ സംരക്ഷിക്കപ്പെട്ടത് മാനുഷികമായ കരബലത്താലല്ല, ഫാത്തിമ സന്ദേശം ഞങ്ങൾ അനുസരിച്ചത് മൂലമാണ് ഞങ്ങൾ സ്വർഗത്താൽ സംരക്ഷിക്കപ്പെട്ടത്. ഫാത്തിമയിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ലോക ജനതയോട് അമ്മ പറഞ്ഞു, എല്ലാ ദിവസവും നിങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. ഈ സന്ദേശം ഇവർ പൂർണ്ണമായി അനുസരിച്ചത് മൂലമാണ് അത്ഭുതകരമായി ഈ ബോംബ് സ്ഫോടനത്തിൽ നിന്ന് കർത്താവിൻ്റെ കരം അവരെ സംരക്ഷിച്ചത്. ഇതെന്നെ ഒരുപാട് സ്വാധീനിച്ചു. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ശുശ്രൂഷകളുള്ള ബന്ധത്തിൽ പല പ്രതിസന്ധികളും പ്രതികൂലങ്ങളൊക്കെ വരുന്ന നിമിഷങ്ങളിൽ വിശ്വാസത്തോടെ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച നിമിഷങ്ങളിൽ പരിശുദ്ധ മറിയത്തിലൂടെ അത്ഭുതകരമായി കർത്താവ് ഇടപെട്ട ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരെ എനിക്ക് നിങ്ങളുമായി പങ്കുവെക്കാനായിട്ട് കഴിയും. ഞാൻ വിശ്വസിക്കുന്നു ജപമാല പ്രാർത്ഥന അത് മനുഷ്യൻ്റെ ബുദ്ധിയിൽ ഉദിച്ചൊന്നല്ല, അത് സ്വർഗം നമ്മുടെ വിമോചനത്തിന് വേണ്ടി നൽകിയിട്ടുള്ള വലിയൊരു സമ്മാനമാണ്. ഫ്രാൻസിലുള്ള ലൂർദിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന അമ്മയായിട്ടാണ് സ്വർഗത്തിൽ നിന്ന് മറിയം ലോകത്തിലേക്ക് ഇറങ്ങി വന്നത്. പോർച്ചുഗലിലുള്ള ഫാത്തിമയിൽ പരിശുദ്ധ മറിയം പ്രത്യക്ഷപ്പെട്ടപ്പോൾ എല്ലാ ദിവസവും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാൻ അമ്മ നമ്മോട് ആവശ്യപ്പെടുകയാണ്. ബോസ്നിയയിലുള്ള മെജുഗോറിയൻ കുന്നുകളിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അനുദിനം ജപമാല പ്രാർത്ഥനയിൽ വളരേണ്ടതിൻ്റെ ആവശ്യകത അമ്മ നമ്മളെ പഠിപ്പിക്കുകയാണ്. പരിശുദ്ധ ജപമാലയുടെ തിരുനാൾ ആദ്യമായി സഭയിൽ ആഘോഷിക്കപ്പെട്ടത് 5-ാം പിയൂസ് മാർപ്പാപ്പയുടെ കാലഘട്ടത്തിലാണ്. അതിന് പുറകിൽ ഒരു ചരിത്ര സംഭവമുണ്ട്. 1571 ഒക്ടോബർ 7-ാം തീയതി ഓസ്ട്രിയയിൽ ഡോൺ ജുവാന്റെ നേതൃത്വത്തിൽ ക്രൈസ്തവ പട ഒരു വലിയ യുദ്ധത്തിനൊരുങ്ങുകയാണ്. തങ്ങളെക്കാൾ അതിശക്തരായ തുർക്കി സൈന്യത്തെ നേരിടുവാനാണ് ഡോൺ ജുവാന്റെ നേതൃത്വത്തിലുള്ള ക്രൈസ്തവ പട ഒരുങ്ങുന്നത്. യുദ്ധത്തിന് പോകുന്നതിനേക്കാൾ 3 മണിക്കൂർ മുൻപ് അവർ കുമ്പസാരിച്ച് പരിശുദ്ധ കുർബാന സ്വീകരിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. ജപമാല പ്രാർത്ഥനയുടെ അത്ഭുത ശക്തിയാൽ അവർ യുദ്ധം ചെയ്യുകയാണ്. മാനുഷിക ബുദ്ധിക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ അത്ഭുതകരമായി കർത്താവ് ആ യുദ്ധത്തിൽ അവർക്ക് വിജയം കൊടുക്കുകയാണ്. തങ്ങളെക്കാൾ 3 ഇരട്ടി വലുപ്പമുണ്ടായിരുന്ന തുർക്കി സൈന്യത്തെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൻ്റെ ശക്തിയാൽ കർത്താവ് പരാജയപ്പെടുത്തുകയാണ്. ക്രൈസ്തവർക്ക് വലിയ വിജയമുണ്ടായി. 5-ാം പിയൂസ് മാർപ്പാപ്പ ലെപ്പാൻഡോ ഈ യുദ്ധത്തിന് ശേഷം സഭയിൽ ഒക്ടോബർ 7-ാം തീയതി ജപമാലയുടെ തിരുനാളായി പ്രഖ്യാപിച്ചു. പിന്നീട് ലയോ 13-ാമൻ മാർപ്പാപ്പയുടെ കാലത്ത് ഒഫീഷ്യലായി സഭയിൽ പ്രഖ്യാപിക്കപ്പെടുകയാണ് ഒക്ടോബർ മാസം ജപമാല മാസമായിട്ട്. ഞാൻ ഒരിക്കൽ കൂടെ ആത്മാവിൽ പറയട്ടെ, ലോക ജനതയുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി, അനേകം ആയിരങ്ങൾ നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടി, പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി, വിശ്വാസത്യാഗം സംഭവിച്ച രാജ്യങ്ങളിലും സമൂഹങ്ങളിലും കുടുംബങ്ങളിലും വിശ്വാസം കത്തിജ്വലിക്കാൻ വേണ്ടി മുട്ടുമടക്കി കൈവിരിച്ച് പരിശുദ്ധ അമ്മയോടൊപ്പം ജപമാല ചൊല്ലി
ത്രിയേക ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. നിങ്ങളതിന് തയ്യാറാണോ? എങ്കിൽ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതങ്ങളിൽ, കുടുംബങ്ങളിൽ കർത്താവ് പ്രവർത്തിക്കും. പ്രിയപ്പെട്ടവരെ, കർത്താവ് നൽകിയ ഈ സന്ദേശം നമ്മുടെ ജീവിതങ്ങളിലേക്ക് സ്വന്തമാക്കാം. നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളെ, നമ്മുടെ കുടുംബത്തിൻ്റെ നിരവധിയായ ആവശ്യങ്ങളെ, നമ്മെ ഓരോരുത്തരെയും നമ്മുടെ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. എല്ലാ നേരവും സ്തുതി പാടും, ആത്മാവിൽ വാഴും ഈശോയ്ക്ക്. അൾത്താരയിൽ വരും തിരുനാഥന്, അപ്പമായി തീരുന്ന ഗുരുനാഥന്. ആരാധനയുടെ പഞ്ചിറകിൽ ആത്മാവിലറിഞ്ഞു ഞാൻ പറന്നുയരും. മാലാഖമാർ ചേർന്ന് പരിശുദ്ധരിൽ പരിശുദ്ധനായ കർത്താവ് ദിവ്യകാരുണ്യമായി പരിശുദ്ധ കുർബാനയായി നമ്മുടെ മധ്യേ കടന്നു വന്നിരിക്കുകയാണ്. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ ദൈവാത്മാവ് നമ്മളെ പഠിപ്പിച്ചു ജപമാല പ്രാർത്ഥനയുടെ പ്രസക്തിയെക്കുറിച്ച്. സാധിക്കുന്ന എല്ലാവരും ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് ഇരുകരങ്ങളും യാചനാപൂർവം തുറന്നു പിടിക്കുക. ഈ ആരാധന ശുശ്രൂഷയിലൂടെ 10,000 കർത്താവ് അനുഗ്രഹിക്കുകയാണ്. അനേകം കുടുംബങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അഗ്നിയായി ഇറങ്ങി വരുന്ന സമയം നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങളും വേദനകളും, നമ്മൾ അനുഭവിക്കുന്ന സകല കഷ്ടതകളും പരാജയങ്ങളും പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ നമുക്ക് സമർപ്പിക്കാം. ഹൃദയനുറുക്കത്തോടെ പ്രാർത്ഥിക്കാം. അനേകം ജീവിതങ്ങളിലേക്ക് കർത്താവിൻ്റെ കൃപ ഒഴുകപ്പെടുന്ന സമയം പരിശുദ്ധ കുർബാനയിൽ നിന്ന് ഈശോയുടെ സൗഖ്യമാക്കുന്ന അത്ഭുത ശക്തി ജനലക്ഷങ്ങളിലേക്ക് വ്യാപിക്കുകയാണ്. അനേകം രോഗികൾ ഈ സമയം അത്ഭുത സൗഖ്യം പ്രാപിക്കുന്നു. യേശു നാമം വിളിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. കർത്താവെ, പ്രവർത്തിക്കണമേ. വേദനിച്ചിരിക്കുന്ന, തകർന്നിരിക്കുന്ന, പരാജയത്തിലായിരിക്കുന്ന, വിവിധങ്ങളായ രോഗപീഠകൾ മൂലം കഷ്ടപ്പെടുന്ന അനേകം ആയിരങ്ങളിലേക്ക് വചനമയച്ച് അവരെ സൗഖ്യമാക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, പ്രവർത്തിക്കണമേ. അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ. അടയാളങ്ങൾ പ്രവർത്തിക്കണമേ. അനേകം ആയിരങ്ങളിലേക്ക് അങ്ങയുടെ സ്നേഹത്തിന്റെ, കൃപയുടെ, ശക്തിയുടെ അഭിഷേകം ഒഴുകപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹൃദയം നുറുങ്ങി അതരം തുറന്ന് യേശുവിനെ വിളിച്ചോ. യേശുവേ, വന്നു വാഴണമേ. ഇനി ഞാനല്ല, എന്നിൽ നീയല്ലോ. വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ. ഇത് സൗഖ്യത്തിന്റെ മണിക്കൂറുകൾ, കൃപയുടെ മണിക്കൂറുകൾ, ദൈവാനുഗ്രഹത്തിന്റെ നിമിഷങ്ങൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, കരങ്ങൾ നീട്ടി ഞങ്ങൾ അനുഗ്രഹിക്കണമേ, സൗഖ്യമാക്കണമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ വ്യക്തിപരവും കുടുംബപരമായ എല്ലാ നിയോഗങ്ങളെയും ആവശ്യങ്ങളെയും അവിടുത്തെ അത്ഭുത കരത്തിന്റെ യോഗ്യതയാൽ അവിടുത്തെ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത 4 ആഴ്ചകളിൽ വചനത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് കർത്താവ് ഹൃദയം തുറക്കുമ്പോൾ എന്ന സന്ദേശമാണ്. പ്രാർത്ഥിച്ചൊരുങ്ങി എല്ലാവരും ഈ വചന പരമ്പരയിലേക്ക് കടന്നു വരിക. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ കർത്താവേ,